കൊടുങ്കാറ്റടിച്ചാലേ കൊച്ചുമരങ്ങൾ വേരുറയ്ക്കാൻ പഠിക്കൂ എന്ന് ആളുകൾ പറയാറുണ്ട്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കൂ. പ്രതിസന്ധികൾ ഭിന്നിച്ചു നിൽക്കുന്നവരെ പോലും ഒരുമിപ്പിക്കുമെന്നാണ് പറയുന്നത്. കോവിഡ് കാലം ഓർമ്മയില്ലേ? നമ്മൾ എന്തെല്ലാം കാര്യത്തിൻ്റെ പേരിൽ വഴക്കടിക്കുന്നവരാണ്. എന്നാൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു ശക്തിയായി നമ്മൾ കോവിഡിനെ നേരിട്ടു. നമ്മളെല്ലാം കോവിഡ് വാറിയേഴ്സായി മാറി. ഒരുമയുടെ ശക്തി പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിൽ നിർണായകമാണ്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ഒരു കൊച്ചു മരമായിരുന്നു. ബാപ്പുവിൻ്റെ മരണം ഒരു കൊടുങ്കാറ്റായിരുന്നു. ശരിക്കും വിഭജനത്തിൻ്റെ മുറിവുകൾ, വർഗീയ കലാപങ്ങൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ, അങ്ങനെ നൂറ് പ്രശ്നങ്ങൾ ഇന്ത്യയെ നേരിട്ട സമയത്തായിരുന്നു ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ച് നാഥുറാം ഗോഡ്സെ ആൻഡ് നാരായണ ആപ്തെ എന്നീ രണ്ട് നരാധമന്മാരുടെ ക്ലോസ് റേഞ്ചുള്ള വെടിയേറ്റ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും തമ്മിൽ പല അഭിപ്രായ ഭിന്നതകളും നിലനിന്നിരുന്ന സമയത്തായിരുന്നു ബാപ്പുവിൻ്റെ അപ്രതീക്ഷിതമായ മരണം. ഗാന്ധിജിയുടെ മരണത്തോടെ പുതിയൊരു ലോകത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. അതൊരു മാറ്റമായിരുന്നു. നെഹ്റു പട്ടേൽ എഴുതിയ കത്ത് വളരെ വികാരപരമായിരുന്നു. പഴയ വിവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം പട്ടേലിന് എഴുതി. പട്ടേൽ അതിനോട് പൂർണ്ണമായി യോജിച്ച് ഒരു മറുപടി കൊടുത്തു. അഭിപ്രായ ഭിന്നതകൾക്കപ്പുറം രാഷ്ട്രം നേരിടുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മൾ ഒന്നിച്ചു പോകും. അങ്ങനെ ഇരുവരും ഒന്നിച്ചു. അവരുടെ അഭിപ്രായ ഭിന്നതകൾ ഇരുവരും കുഴിച്ചു മൂടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന ശക്തമായ ജനാധിപത്യ റിപ്പബ്ലിക്ക് ഉണ്ടാകുമായിരുന്നില്ല. രാഷ്ട്രം പോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും. പ്രതിസന്ധികളിൽ തളരാതെ ഒറ്റക്കെട്ടായി നമ്മൾ നിലകൊണ്ടാൽ അവയൊക്കെ നമുക്ക് പ്രതിസന്ധികളെ വളരെ പെട്ടെന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നല്ലേ പഴഞ്ചൊല്ല്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുമിച്ച് നിൽക്കുക, ഒന്നിച്ച് നിൽക്കുക. നമുക്ക് മുന്നേറാം. നേടാൻ നമുക്കൊരു സാമ്രാജ്യം മുന്നിലുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കണ്ട.